നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് എല്ലിക്കൽ. തുടർച്ചയായ 4ാമത്തെ ദിവസം ഇപ്പോൾ നിഫ്റ്റി ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി അതീവ വോളറ്റൈലായ രീതിയിൽ തന്നെ നിഫ്റ്റി ഇന്ന് ട്രേഡിംഗ് അവസാനിപ്പിച്ചു. നാളെ ഇനിയിപ്പോൾ നമുക്ക് സെൻസെക്സിൻ്റെ എക്സ്പയറി ആണുള്ളത്. മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ന് കൊടാക് ബാങ്ക് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റിൽ കണ്ടിരുന്നു. കൊടാക് ബാങ്ക് ഓൺലൈനായിട്ട് പുതിയ കസ്റ്റമേഴ്സിനെ ഓൺബോർഡ് ചെയ്യുന്നതിൽ നിന്ന് RBI വിലക്കിയിരുന്നു. പുതിയ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നതിൽ നിന്നും RBI വിലക്കിയിരുന്നു. കൊടാക് ബാങ്ക് ഏകദേശം ഒരു 10% ഫോൾ ഉണ്ടാക്കി. എന്നാൽ മറ്റുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്കേഴ്സ് എല്ലാം തന്നെ ശക്തമായ റാലി രേഖപ്പെടുത്തി. എസ്പെഷ്യലി ആക്സിസ് ബാങ്ക് പോലെയുള്ള ബാങ്ക്, ഈ ഒരു പ്രൈവറ്റ് സെക്ടറിൽ ബാങ്കിങ് സ്റ്റോക്കുകളിൽ കണ്ട ആ ഒരു ബുള്ളിഷ്നെസ് പബ്ലിക് സെക്ടർ ബാങ്കിലും കണ്ടു. പബ്ലിക് സെക്ടർ ബാങ്ക് കമ്പനീസ് 4% റാലി, എസ്പെഷ്യലി SBI എല്ലാം തന്നെ 5% റാലി രേഖപ്പെടുത്തി. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും എല്ലാം തന്നെ പോസിറ്റിവിറ്റി നിലനിർത്തി. M6 പോലുള്ള കമ്പനി പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത് കൊണ്ട് റാലി രേഖപ്പെടുത്തി. ഇനിയിപ്പോൾ ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ റെഡിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റും റെഡിലാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ -200 ആണ്. US നിന്നുള്ള GDP ഇന്ന് കൃത്യം 6 മണിക്ക് വന്നു. US-ലെ GDP 1.6 ആണ്. 3.4-ൽ നിന്ന് ഫോൾ ആയിട്ടുണ്ട്. US GDP 2.5 ആയിരുന്നു എക്സ്പെക്റ്റഡ്. അത് കാരണമാണ് US ഡോ ഫ്യൂച്ചർ എല്ലാം തന്നെ ഫോളോ ആയിരിക്കുന്നത്. കൂടാതെ തന്നെ ഇന്നലെ നമ്മൾ കണ്ടു മെറ്റയെല്ലാം തന്നെ ഫേസ്ബുക്ക് കമ്പനിയായിട്ടുള്ള മെറ്റ 15% ഫോളാണ് എക്സ്റ്റൻഡ് മാർക്കറ്റ് അവേഴ്സിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് റെഡിലാണ്. നാസ്ഡാക്കും ഇന്ന് റെഡിൽ അടച്ചേക്കാം എന്നുള്ളതാണ് ഇതുവരെയുള്ള US മാർക്കറ്റിൻ്റെ ഒരവസ്ഥ. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് കടക്കാം. ആദ്യം നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് പരിശോധിക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. യെസ്റ്റർഡേ ക്ലോസ് കാണാം. ഇന്ന് ആക്ച്വലി ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 22,300 എന്ന് പറഞ്ഞ ഒരു റേഞ്ചിൽ ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ സപ്പോർട്ട് എടുത്തു. പിന്നീട് വെച്ചടി കയറ്റമായിരുന്നു 22,450 ഇന്നലത്തെ ഹൈ. 2 ദിവസം മാർക്കറ്റ് കൺസോൾഡേറ്റ് ആയിരുന്നു. ആ ഹൈ കൃത്യമായിട്ട് തന്നെ ഇന്ന് റെസ്പെക്ട് ചെയ്തു. വീണ്ടും 22,350 ഒരു ഇടിവ്. വീണ്ടും 22,350 നിന്ന് നിഫ്റ്റി ഒരൊറ്റ കുതിപ്പായിരുന്നു. 22,600 മറികടന്ന് പോയി. അപ്പോൾ രാവിലെ പുട്ട് സൈഡിൽ ഇന്നത്തെ എക്സ്പയറിയിലൊക്കെ ട്രേഡ് ചെയ്ത ആളുകൾക്ക് രാവിലെ പുട്ട് കുറച്ച് ട്രബിളായിരുന്നു. ആളുകൾ കോള് കുറച്ച് ഇറക്കി വെച്ചിട്ടുണ്ടാവാം, റോൾ ഡൗൺ ചെയ്തിട്ടുണ്ടാവാം. പിന്നെ കോള് ട്രബിൾ ആവുന്ന ഒരു കാഴ്ചയാണ് നമുക്കിന്ന് മാർക്കറ്റിൽ കണ്ടത്. നിഫ്റ്റി കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ്ങിൽ നിന്ന് 167 പോയിൻറ്റും സെൻസെക്സ് 486 പോയിൻറ്റും നിഫ്റ്റി ബാങ്ക് 305 പോയിൻറ്റിൻ്റെയും ഒരു റാലിയാണ് ഇന്ന് മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. 1204 കമ്പനീസ് NSEയിൽ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. പൊതുവേ പോസിറ്റീവ് ദിവസമായിരുന്നു. 1000 കമ്പനീസിൽ മാത്രം പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. കൊട്ടാക് ബാങ്കിൻ്റെ ആ ഒരു ഫോള് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആക്സിസ് ബാങ്ക് 6%, SBI 5%, ഡോക്ടർ റെഡ്ഡി, GSW സ്റ്റീൽ, നെസ്ലെ തുടങ്ങിയ കമ്പനീസ് റാലി രേഖപ്പെടുത്തി. കൊട്ടാക് ബാങ്ക് 10% ഫോള്, L&T മൈൻട്രി 2%, HUL, ടൈറ്റാൻ, SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനീസാണ് ശക്തമായിട്ടുള്ളൊരു ഫോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് പ്രധാനമായിട്ടും ഗ്ലോബൽ മാർക്കറ്റും ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്കും നമ്മൾ കടക്കാം. ഇന്നൊരു പ്രധാന അപ്ഡേറ്റ് ഉള്ളത് അപ്സ്റ്റോക്ക്, ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ബ്രോക്കറായിട്ടുള്ള അപ്സ്റ്റോക്ക് നമ്മൾ നിലവിലുള്ള ETF നിലവിലുള്ള സ്റ്റോക്കുകളെല്ലാം തന്നെ പ്ലഡ്ജ് ചെയ്ത് കൊളാട്രൽ മാർജിൻ ഉപയോഗിച്ച് ഓപ്ഷൻ ബൈ ഒക്കെ ചെയ്യാനായിട്ടുള്ള സൗകര്യം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അപ്സ്റ്റോക്ക് ഇന്ത്യയിലെ ലീഡിംഗ് ബ്രോക്കറാണ്. ഈ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്ന ലിങ്ക് ഉണ്ട്. കൂടാതെ തന്നെ ഫാർ OTM എല്ലാം തന്നെ നമുക്ക് ബൈ ചെയ്യാനായിട്ട് അവൈലബിൾ ആണ്. ലിങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. സ്റ്റോക്കിംഗ് ന്യൂസിലേക്ക് നമുക്ക് കിടക്കാം. സ്റ്റോക്കിംഗ് ന്യൂസിൽ ആദ്യമായിട്ടുള്ളത് ആക്സിസ് ബാങ്ക് ആണ്. ആക്സിസ് ബാങ്ക് ഇന്ന് ആക്ച്വലി കൊടാക് ബാങ്കിനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. രാജ്യത്തിലെ ഏറ്റവും 4ാമത്തെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ 4ാമത്തെ വലിയൊരു കമ്പനിയായിട്ട് ആക്സിസ് ബാങ്ക് മാറിയിട്ടുണ്ട്. കാരണം കൊടാക് ബാങ്ക് 10% ഫോളോ ചെയ്തത് കൊണ്ടാണ്. 3.43 lakh crore ആണ് ആക്സിസ് ബാങ്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. 3.32 ആണ് ഇപ്പോൾ കൊടാക് ബാങ്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. നെസ്ലയുടെ റിസൾട്ട് വന്നു. നെറ്റ് പ്രോഫിറ്റ് 27% ഉയർന്ന് 934 കോടി രൂപ. റവന്യൂ 9% അപ്പ്. ഡിവിഡൻഡ് 8 രൂപ 50 പൈസ ഡിക്ലെയർ ചെയ്തു. ഇൻഡസ്ഇൻഡ് ബാങ്ക് കമ്പനി ഇന്ന് 15% അറ്റാദായം ഉയർന്ന് 2,343 കോടി രൂപ അറ്റാദായം രേഖപ്പെടുത്തി. ഡിവിഡൻഡ് 16 രൂപ 50 പൈസയാണ് ഇന്ന് ഡിവിഡൻഡ് രേഖപ്പെടുത്തിയത്. ടെക്കം കമ്പനി നെറ്റ് പ്രോഫിറ്റ് 40% ഇടിഞ്ഞു, 661 കോടി രൂപയിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. ACC സിമൻറ്റ് നിർമ്മാണ കമ്പനി അദാനി ഗ്രൂപ്പാണ് ഇപ്പോൾ അത് ഹോൾഡ് ചെയ്യുന്നത്. നെറ്റ് പ്രോഫിറ്റ് 210% ഉയർന്ന് 749 കോടി. ഡിവിഡൻഡ് 7 രൂപ 50 പൈസ പ്രഖ്യാപിച്ചു. ലോറസ് ലാബ് നെറ്റ് പ്രോഫിറ്റ് 25% ഇടിഞ്ഞ് 76ലേക്ക് നെറ്റ് പ്രോഫിറ്റ് ചുരുങ്ങി. ഇനോക്സ് വിൻഡ് കമ്പനി ഇവർ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. 1:3 എന്ന റേഷ്യോയിലാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. കുപ്പിഡ് ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട്. സ്റ്റിൽ ബോണസ് ഷെയർ ക്രെഡിറ്റ് ആയിട്ടില്ല, കാത്തിരിക്കാം.
ഡാൽമിയ ഭാരത് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 8% ഇടിഞ്ഞു. ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് കമ്പനി അദാനി ഡിജിറ്റൽ ലാബായിട്ട് ഇവിടെ ഫ്രീ ഷോപ്പിംഗ് ബെനിഫിറ്റ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു ബിസിനസ് കോൺട്രാക്ട് ഇരു കമ്പനികളും സൈൻ ചെയ്തു. ഡിവിസ് ലാബ് ഇവരുടെ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിയുടെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് കമ്പനി 700 കോടി രൂപയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഐഡിയ ഇന്ന് FPO 7% പ്രീമിയത്തോടെ ലിസ്റ്റ് ചെയ്തു. അതിനുശേഷം 9% സ്പൈക്ക് ചെയ്തു. സ്റ്റോക്ക് ഒരു 10 മണിയോട് കൂടിയിട്ട് ചെറിയ ടെക്നിക്കൽ ഗ്ലിച്ച് കാരണം ട്രേഡ് തന്നെ ഹാൾട്ട് ചെയ്തു ഐഡിയയിൽ. ഒറാക്കിൾ ഫിനാൻസ് കമ്പനി ഡിവിഡൻഡ് ഗംഭീര ഡിവിഡൻഡാണ്, 225 രൂപയാണ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചത്. ഇവർ 160 രൂപ 2022 200 രൂപ 2021 പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ മെയ് 7 ഇവരുടെ റെക്കോർഡ് ഡേറ്റ്, മെയ് 23 ഇത് ഇവരുടെ പേ ഔട്ട് ഡേറ്റ്. HUL കമ്പനി ഇവർ ഹെൽത്ത് ഫുഡ് ഡ്രിങ്ക് എന്ന ഒരു ബ്രാൻഡ് മിനിസ്ട്രി ഇത് പറഞ്ഞ് മാറ്റി ഫങ്ഷണൽ ന്യൂട്രീഷണൽ ഡ്രിങ്ക് എന്ന ഒരു ബ്രാൻഡിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട്. ഇത് അതീവ ശ്രദ്ധയോടെ നമ്മൾ വീക്ഷിക്കേണ്ടതാണ്. ഇത്തരം പ്രൊഡക്റ്റുകളിൽ ഇതുപോലെയുള്ള ഡ്രിങ്കുകളിൽ എല്ലാം തന്നെ ഷുഗറിൻ്റെ ഒക്കെ അംശം കൂടുതലുണ്ട്. അപ്പോൾ നമ്മളൊരു ഹെൽത്തി ഡ്രിങ്ക് എന്നുള്ളൊരു പേരിൽ നമ്മൾ അത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ 2 തവണ ആലോചിക്കുക. ITC ശ്രീലങ്കയിലുള്ള ലീഡിംഗ് ലക്ഷറി ഹോട്ടൽ ഗ്രൂപ്പായിട്ട് ഇവർ ടൈപ്പ് ആയിട്ടുണ്ട്. L&T ടെക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 341 കോടി രൂപ 337 നിന്ന് ഉയർന്ന രീതിയിൽ നെറ്റ് പ്രോഫിറ്റ് കരസ്ഥമാക്കി. 33 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. റൈറ്റ്സ് കമ്പനി അൾട്രാടെക് സിമെൻ്റായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. സിയൻറ്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 16% ഉയർന്ന് 189 കോടി രൂപ 18 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഈ ഒരു കമ്പനികളുടെ റിസൾട്ടിൽ ഗംഭീരമായിട്ടുള്ള ഡിവിഡൻഡൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ കാണാം ബിറ്റ്കോയിൻ $2338 ഇടിഞ്ഞ് 64,000. ഗോൾഡ് 9% ഉയർന്ന് പെർ ഔൺസിന് 2325. ബ്രന്റ് ഓയിൽ 88. കൂടാതെ തന്നെ ഓസ്ട്രേലിയ റെഡിലാണ്. ഏഷ്യൻ മാർക്കറ്റൊക്കെ റെഡിലടച്ചു. ഡോ ഫ്യൂച്ചർ റെഡിലാണ്. ജർമ്മൻ, UK, ഫ്രാൻസ് റെഡിലാണ്. FTSE ഉൾപ്പെടെ റെഡിലാണ്. ഇന്ത്യ വിക്സ് 10.73 ഇന്ന് 4% സ്പൈക്ക് ഇന്ത്യ വിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആഴ്ചയിലെ ഏറ്റവും പ്രധാന ഇവൻ്റ് ഏതായിരുന്നു? US GDP ആയിരുന്നു. US GDP എന്ത് ഡേറ്റയാണ് വന്നിട്ടുള്ളത്? നിലവിൽ US GDP ആസ് ഓഫ് നൗ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നത് ഒരു നെഗറ്റീവ് ഡേറ്റയാണ്. നമ്മൾ ന്യൂസ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഡോ ഫ്യൂച്ചർ എത്ര പോയിന്റ് ഇടിവില്ല എന്നാണ് പറഞ്ഞത്? 200 അല്ലേ? എന്നാൽ ന്യൂസ് ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റ് എടുക്കുന്നുണ്ട്. 10 മിനിറ്റിനുള്ളിൽ ഡോ ഫ്യൂച്ചർ 100 പോയിന്റ് ഇടിഞ്ഞു. 200 പോയിന്റ് ഇടിഞ്ഞു. ഇപ്പോൾ ഡോ ഫ്യൂച്ചർ നിൽക്കുന്നത് -350 ഏകദേശം ഒരു 150 പോയിന്റ് ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്ലോബൽ ഇവൻ്റ് എവിടെ കാണാം? നമ്മുടെ ട്രേഡ് ബഡി കാണാം. നമ്മുടെ ട്രേഡ് ബഡി ടാബിൽ ഒരുപാട് ഇൻഫർമേഷൻസ് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എല്ലാ ആളുകൾക്കും ഉപയോഗമുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ? അപ്പോൾ അത് നമുക്ക് ആക്സസ് ചെയ്യാം. അത്തരത്തിലുള്ള ഇൻഫർമേഷൻ നമ്മൾ മാനുവലി തന്നെയാണ് അവിടെ ഒരാൾ ഇരുന്ന് അവിടെ ടൈപ്പ് ചെയ്യുന്നത്. നമ്മളതിൽ യാതൊരു മോണിറ്റൈസേഷൻ ബെനിഫിറ്റും നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അതിൽ ആഡ് എലിജിബിൾ ആണ്. പണ്ട് ചെക്ക് ചെയ്ത ആളുകൾക്ക് അറിയാം, നമ്മുടെ ട്രേഡ് ബഡിയിൽ ഗൂഗിൾ ആഡ് എനേബിൾ ആയിരുന്നു. നമ്മളത് ഡിസേബിൾ ചെയ്തിട്ടുള്ളൊരു രീതിയിലാണ് നമ്മളുടെ വെബ്സൈറ്റ് ഉള്ളത്. കാരണം നമുക്ക് പെട്ടെന്ന് നോക്കണം. ചില വെബ്സൈറ്റൊക്കെ ഉണ്ട്, നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു മിനിമം ഒരു 20 പോപ്പപ്പൊക്കെ അവിടെ നിന്നൊക്കെ വരും. നമുക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ആഡ് ഫ്രീ ആക്കിയിട്ടുണ്ട് നമ്മുടെ വെബ്സൈറ്റ്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തുക. ബുക്ക് മാർക്ക് ചെയ്യാമല്ലോ നിങ്ങൾക്ക്. നമ്മുടെ മൊബൈലിലൊക്കെ ബുക്ക് മാർക്ക് ചെയ്യാം ഈസി ആയിട്ട്. അപ്പോൾ എനിവേ നാളെ രാവിലെ 7:00 വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റായിട്ട് എത്താം. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ജോയിൻ ചെയ്യാം. നമ്പറുകൾ ഈ വീഡിയോയിലുണ്ട്, ബന്ധപ്പെടാം. താങ്ക് യു ഓൾ.